നവോത്ഥാന കേരളം മുന്നോട്ട് വെച്ച ഏറ്റവും ശക്തമായ മുഖങ്ങളിൽ ഒന്നാണ് കെ രാധാകൃഷ്ണൻ്റേത്. അചഞ്ചലമായ രാഷ്ട്രീയ അടിത്തറയും സാധാരണത്വം കൈമുതലാക്കിയ ജീവിതവും കൊണ്ട് അദ്ദേഹം ഇടം നേടിയത് കേരള ജനതയുടെ ഇടനെഞ്ചിലാണ്. ഏറ്റവും ജനകീയനായ സ്ഥാനാർത്ഥിയെ കളത്തിലിറക്കി ഇടതിൻ്റെ ഉരുക്കുകോട്ടയായ ആലത്തൂർ തിരിച്ചുപിടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇടതുമുന്നണി. തോട്ടം തൊഴിലാളിയുടെ മകനായി ജനിച്ച സമൂഹത്തിന്റെ അടിത്തട്ടിൽ പ്രവർത്തിച്ച് പൊതുരംഗത്തെത്തിയ ജനകീയ നേതാവാണ് കെ രാധാകൃഷ്ണൻ. തൃശൂർ കേരളവർമ്മ കോളേജിൽ SFIയുടെ യൂണിറ്റ് സെക്രട്ടറിയായാണ് തുടക്കം. വിവിധ ഘടകങ്ങളിൽ പ്രവർത്തിച്ച അദ്ദേഹം പിന്നീട് DYFI സംസ്ഥാന കമ്മിറ്റിയിലേക്കും എത്തി. 91-ൽ വള്ളത്തോൾ നഗർ ഡിവിഷനിൽ നിന്നും തൃശൂർ ജില്ലാ കൗൺസിലിലേക്ക് എത്തിയതാണ് തെരഞ്ഞെടുപ്പ് രംഗത്തെ ആദ്യ ജയം. പിന്നീട് 96-ൽ ചേലക്കരയിൽ നിന്ന് നിയമസഭയിലേക്ക്. പിന്നീട് 5 തവണയാണ് ചേലക്കരക്കാർ രാധാകൃഷ്ണനെ തങ്ങളുടെ പ്രതിനിധിയായി നിയമസഭയിലേക്ക് അയച്ചത്. 1996-ൽ ആദ്യ ടൈം തന്നെ മന്ത്രിസഭയിലേക്ക്. നയനാർ മന്ത്രിസഭയിൽ പട്ടികജാതി പട്ടികവർഗ യുവജനക്ഷേമ വകുപ്പുകൾ കൈകാര്യം ചെയ്തു. 2001-ൽ പ്രതിപക്ഷ ചീഫ് വിപ്പും 2006-ൽ 12-ാം നിയമസഭയുടെ സ്പീക്കറുമായി. 2021-ൽ 5-ാം തവണ ചേലക്കരയിൽ നിന്ന് 39,400 വോട്ടുകളുടെ വൻ ഭൂരിപക്ഷത്തിനാണ് കെ രാധാകൃഷ്ണൻ തിരഞ്ഞെടുക്കപ്പെട്ടത്. 2-ാം പിണറായി മന്ത്രിസഭയിൽ ദേവസ്വം മന്ത്രിയായി രാധാകൃഷ്ണൻ നടന്നുകയറിയത് ചരിത്രത്തിലേക്കാണ്. നവോത്ഥാന ചരിത്ര പാരമ്പര്യമുള്ള കേരളത്തിൽ ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ മന്ത്രിയായി രാധാകൃഷ്ണൻ. മന്ത്രി എന്ന നിലയിൽ പിന്നാക്ക ജനവിഭാഗങ്ങളുടെ ക്ഷേമത്തിനായി നടത്തിയ പ്രവർത്തനങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. CPIM ജില്ലാ സംസ്ഥാന കമ്മിറ്റികളുടെ പ്രവർത്തന മികവ് പാർട്ടി കേന്ദ്ര കമ്മിറ്റിയിലേക്കും കെ രാധാകൃഷ്ണനെ എത്തിച്ചു. രാജ്യത്തെ ദളിത് ജനവിഭാഗങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന ദളിത് ശോഷൺ മുക്തി മഞ്ച് അഖിലേന്ത്യാ പ്രസിഡന്റ് കൂടിയാണ് ഇപ്പോൾ അദ്ദേഹം. എക്കാലവും ഇടതിന്റെ ഉരുക്കുകോട്ടയായിരുന്ന ആലത്തൂർ രാധാകൃഷ്ണനിലൂടെ തിരിച്ചുപിടിക്കാമെന്നാണ് ഇടതുമുന്നണി ലക്ഷ്യമിടുന്നത്. മത്സരിച്ച തെരഞ്ഞെടുപ്പുകളിലെല്ലാം വിജയിച്ച ചരിത്രമുള്ള കെ രാധാകൃഷ്ണൻ ആലത്തൂരിലും ആ ചരിത്രം ആവർത്തിക്കാനാണ് അംഗത്തിനിറങ്ങുന്നത്. കൈരളി ന്യൂസ്, പാലക്കാട്.